മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസം പരിശുദ്ധ ജപമാല മാസമായി ആചരിക്കുമ്പോൾ ജപമാല മധ്യസ്ഥയായ പരിശുദ്ധ മാതാവിന്റെ ജീവിതയാത്രയിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ദയുള്ള മാതാവ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാം. എന്റെ അമ്മയെ ഓർക്കുമ്പോൾ മാതാവെ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴുനീരോടെ എന്ന ഗാനശകലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പദങ്ങളിലൊന്നാണ് അമ്മ എന്നതാണ്. അമ്മ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും നിറകുടമാണ്. ലോകരക്ഷകനെ ഉദരെ പേറിയ പരിശുദ്ധ കന്യകാമറിയാം ഈ ലോകത്തിന്റെ തന്നെ അമ്മയാണ്. പരിശുദ്ധ കന്യകാമറിയാം സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ദയയുടെയും പ്രതീകമാണ്. വിശുദ്ധ വേദപുസ്തകം മറിയത്തിന്റെ ദയയെയും കരുണയും വ്യക്തമാക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവമാതാവ് തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. പരിശുദ്ധ ദൈവകുമാരനെ ഉദരെ പേറിക്കൊണ്ട് തന്റെ അവശതകളൊന്നും കാര്യമാക്കാതെ ഗർഭിണിയായ എലിസബത്തിനെ സന്ദർശിച്ച് 3 മാസം അവരെ ശുശ്രൂഷിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാനായിലെ കല്യാണ വിരുന്നിന് വീഞ്ഞു തീർന്ന് പരിഭ്രാന്തരായ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും കണ്ട് കരുണാർദ്രയായ അമ്മ തന്റെ മകനോട് മധ്യസ്ഥം യാചിക്കുന്നത് ആണ്. മാതാവിന്റെ അഭ്യർത്ഥന പ്രകാരം കാലിയായ കൽഭരണികളിൽ വെള്ളം വെച്ച് അതിനെ വീഞ്ഞാക്കി മാറ്റുന്ന കർത്താവിനെ നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇവയെല്ലാം ദയാനിധിയായ മാതാവിനെ നമ്മൾ ദർശിക്കുന്നതിന് ഉദാഹരണങ്ങളാണ്. മാതാവിന്റെ മധ്യസ്ഥം വഴിയായി യേശുക്രിസ്തു മുഖാന്തരം നാം ഓരോരുത്തരും നേടുന്ന അനുഗ്രഹങ്ങളും നന്മയും മാതാവിന്റെ ദയയുടെയും കരുണയുടെയും ഫലമാണ്. നസ്രായന്റെ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ്. ദൈനംദിന ജീവിതത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതം മാതൃകയാക്കി ദയയും അനുകമ്പയും ഉള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ജപമാല എന്ന ആയുധം കൈകളിലേന്തി അമ്മയുടെ കൈപിടിച്ച് നമുക്ക് മുന്നേറാം. നന്ദി.